ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലെ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ഇത് ലവ്ലോലിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയില്ലേ, നെല്ലിക്കയുടെ അതേമാതിരി ഉണ്ടാവും. അതിൻ്റെ കളറ് ഒരു റെഡിഷ് കളറാവും. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇലകൾ നിറയെ നല്ല എങ്ങനെയാണ് വരിക, അതിൻ്റെ തുളിര ഇലകൾ. അത് പ്ലാന്റ് ഇപ്പോൾ ഞാൻ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ഞാനത് താഴെ മണ്ണിൽ മാറ്റി നടാൻ പോവുകയാണ്. കാരണം ഇതിൽ വെച്ചിട്ട് അത് വലുതാവും, പക്ഷേ ഇത്രേ ആവുള്ളൂ. അപ്പോൾ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ തന്നെ വേറൊരു ഇതേ ഫാമിലിയിൽ തന്നെ സ്വീറ്റ് ലൂബി ഉണ്ട്. ഇതും ലൂബിക്ക് തന്നെയാണ്, പക്ഷേ ഇത് ലേശം ചവർപ്പും പുളിയുള്ളതാണ്. സ്വീറ്റ് ലൂബിക്ക അതും നമ്മൾ വെച്ചിട്ടുണ്ട്, കായ്ച്ചിട്ടില്ല. അപ്പോൾ ഇതും അതേ തന്നെയാണ്, പക്ഷേ ഇത് ലേശം പുളിയുള്ളതാണെന്ന് മാത്രം. അപ്പോൾ സ്വീറ്റ് ലൂബി കായ്ക്കുന്ന സമയത്ത് അതിനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതിങ്ങനെയാണ് ബുഷായിട്ട് നമുക്ക് വെട്ടി നിർത്താം. ബുഷായിട്ട് വളരും, നിറയെ കായ്ക്കും. എനിവേ ഇത് കായ്ച്ച് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പഴുത്തിട്ട് വരണം. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നത്. ഇത് സെയിം പറയുന്ന എല്ലാ പ്രാവശ്യവും ഒരേ തന്നെയാണ് പറയുന്നത്, ബോറടിക്കേണ്ട കാണികൾക്ക്. പക്ഷേ ഇതിനെ നമ്മൾ സാധാരണ ജൈവവളം തന്നെയാണ് കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിലൊരു 3-4 പ്രാവശ്യമൊക്കെ വളം ചെയ്യും, കുറേശ്ശെയായിട്ട്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വെള്ളീച്ചയുടെ പ്രശ്നം, വെള്ളീച്ച പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ്ടില്ലേ, ഇങ്ങനെ വെള്ളീച്ചകൾ വരും. അപ്പോൾ ലേശം വേപ്പെണ്ണ മിശ്രിതം സോപ്പ് ഓയിലിൽ കലക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ചിട്ട് പറയാനൊന്നുമില്ല. ഇത് നിറയെ കായ്ക്കും, കൊലകുത്തി കായ്ക്കുന്നൊരു ഫലമാണ്. അപ്പോൾ ഒന്ന് താഴെ ഇത് ഡ്രമ്മിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ താഴെ വെച്ചാൽ കുറച്ചും കൂടി കാണാൻ നന്നായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഒരു ആഴ്ചക്കുള്ളിൽ താഴെ വയ്ക്കും. പിന്നെ താഴെ നിന്ന് വളർന്നിട്ടുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ പിന്നീട് ഇത് മരം വലുതായിട്ട് ആ സമയത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.